ഏത് വിഷയത്തെക്കുറിച്ചും സദൃശ്യമായിട്ടുള്ള ഇനാദൃശ്യമായിട്ടുള്ള എന്താ പറയുന്നത് ഒരു പ്രത്യേക ശൈലിയുടെ പ്രത്യേക സമീപനം അവലംബിച്ചുകൊണ്ട് അത്തരം വിഷയങ്ങൾ അവതരിപ്പിക്കാനുള്ള അദ്വിതീയമായ ഒരു വൈഭവമുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ അത്യുക്തിയാകില്ല. പിന്നെ പുസ്തക പരിചയം നടത്തുന്നത് ശ്രീ കൂട്ടുകൾ നിരവധി ഗ്രന്ഥങ്ങളുടെ ടെക്സ്റ്റ് ബുക്സ് കമ്മിറ്റി അംഗമാണ്. പണ്ഡിതനാണ്, പ്രവർത്തനാണ്. എന്തൊക്കെയാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുക എനിക്കറിയില്ല. എന്ത് പറഞ്ഞാൽ കൂലി പോവില്ല എന്നുള്ള ഉറപ്പുണ്ട്. പിന്നെ ആശംസകൾ അർപ്പിക്കുന്ന ശ്രീ ആര്യനാട് ജയചന്ദ്രൻ, അദ്ദേഹവുമായിട്ട് ഒരു വേദി പങ്കിടാനായിട്ടുള്ള ഒരു ഭാഗ്യം എനിക്ക് ആര്യനാട് വെച്ച് ഉണ്ടായിട്ടുണ്ട്. അവസ്ഥയുടെ പിന്നെ എപ്പോഴും എന്നെ ഇത്തരം ഘടകങ്ങളിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന പ്രശസ്ത കവി ശ്രീ മടവൂർ സുരേന്ദ്രനോടുണ്ട്. കവിതയുമായിട്ട് എനിക്ക് ബന്ധമേ ഇല്ല. ഞാനൊരു എന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ആർദ്ര ശുഷ്കമാണ്. എന്താ പറയുന്നത്, നമ്മളെയൊക്കെ തന്നെ സങ്കടത്തിലാക്കുന്നതാണ്. ഒരുപാട് ഉത്കണ്ഠ നമ്മളിൽ ജനിപ്പിക്കുന്നതാണ്. ദിവസവും പത്രത്താളുകളിൽ കാണുന്ന സംഭവങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. there is some problem which lurks behind. എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാകുന്നത്. അധ്യാപനത്തിന്റെ കുഴപ്പമാണോ, വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ പ്രത്യേകതകളാണോ, അതോ വീട്ടില് കുട്ടികളെ അച്ഛനമ്മമാർ ശ്രദ്ധിക്കാത്തതിന്റെ പ്രശ്നമാണോ, അതെയോ നമ്മുടെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് സിനിമകൾ പോലെയുള്ള മാധ്യമങ്ങൾ തുറന്നുവിടുന്ന വയലൻസ് അഥവാ അക്രമം കാണിക്കുന്ന കാര്യങ്ങളാണോ, എന്താണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ട്, മനഃശാസ്ത്രജ്ഞന്മാര്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളും കൂടുതലാണ്, സൈക്യാട്രിസ്റ്റുകളും ഒക്കെ ഉണ്ട്. എന്തിന്റെ അഭാവം വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. പണ്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ നമ്മൾ ചെയ്യാൻ ആവശ്യമുള്ള കാര്യങ്ങൾ, നമ്മൾ വളരെ മോശമെന്ന് കരുതിയിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഉദാത്തവൽക്കരിക്കപ്പെട്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു. ഈ ആളുകളെ ബുദ്ധി കൊലപ്പെടുത്തുക, ഞാൻ ഈ അടുത്ത കാലത്തുള്ള സംഭവം എന്ന് പറയുന്നത്, പ്രസവിച്ച് മുലയൂട്ടി വളർത്തിയ അമ്മയെ ആക്രമിക്കുക, വീട് കയറി ആളെ കുത്തിക്കൊല്ലുക, അത്യന്തം നീചമായ ഗർഹണീയമായിട്ടുള്ള അനവധി പ്രവണതകളുണ്ട്. ആത്മീയ സംരക്ഷണം ഉറപ്പു നൽകുന്ന ഒരു മഹത് വ്യക്തിയാണ്. അതായത് ശ്രീ പള്ളിക്കൽ സുനിൽ, ശ്രീ പള്ളിക്കൽ മണികണ്ഠൻ തുടങ്ങിയ ആധ്യാത്മിക രംഗത്തെ വളരെ പ്രബലരായ ആധ്യാത്മിക ഗുരുജനങ്ങളോടൊപ്പം നിന്ന് അതേപോലെയുള്ള വ്യത്യസ്തങ്ങളായ ആത്മീയ രംഗത്തെ വിവിധ തരത്തിലുള്ള വ്യക്തിത്വങ്ങളുമായിട്ടുള്ള സമ്പർക്കം കൊണ്ട് സ്വയം നേടിയെടുത്ത അദ്ദേഹത്തിന്റെ ഒരു കഴിവാണ് ഈ രചനയിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ ക്ഷേത്ര സങ്കേതത്തിലെ നിന്ന് ആരംഭിച്ച അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളാണ് തീർച്ചയായും അത് മഹോന്നതമായ രീതിയിൽ മുന്നോട്ട് പോയത്. അത്തരത്തിലുള്ള ശ്രീ അനൂപിന്റെ ഈ ഒരു പുസ്തകം ഇവിടെ ഇന്ന് പ്രകാശനം ചെയ്യുന്നത് ഭഗവന്തിനായ നമ്മുടെ മുല്ലക്കരൻ നായർ അവர்களാണ്. ഒപ്പം ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, ഈ ക്ഷേത്രത്തിലെ നിലവിലെ ക്ഷേത്ര ഭരണസമിതി അംഗം കൂടിയായ ശ്രീ പി ആർ മുരളീധരൻപിള്ള ഈ പ്രദേശത്തെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുടുംബാംഗമാണ്. അദ്ദേഹം നേടിയ തന്റെ സർവീസ് കാലയളവിലെ മഹത്തരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുഖ്യമന്ത്രി നൽകിയ മെഡലിനർഹനായ ശ്രീ പി ആർ മുരളീധരൻപിള്ളയെ തീർച്ചയായും നമ്മുടെ ബഹുമാനായ ഉപഹാരം നൽകി ബഹുമാനായ ശ്രീ മുല്ലക്കരൻ നായർ അവർ അദ്ദേഹത്തെ പ്രശംസിക്കുന്നതോടൊപ്പം
ഈ രണ്ട് കാര്യങ്ങൾ നിറവേറ്റുന്നതിന് ആദരണീയനായ ശ്രീ മുല്ലക്കൽ അവരെ ആദരവോട് ക്ഷണിക്കുന്നു. ഈ നക്ഷത്രത്തിൽ എന്ന കവിത സമാഹാരം എഴുതിയ ശ്രീ അനു ഈ കവിത അവതരിപ്പിക്കുന്നതിനെ തുടർന്ന് ശ്രീ അനീഷ് നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കുക എന്നതാണ്. ശ്രീ അനൂപ് ഈ കവിതകളെല്ലാം കൂടെ ആദ്യമായി എൻ്റെ കയ്യിലാണ് കൊണ്ടുതരുന്നത്. എന്നിട്ട് എന്നോട് അനൂപ് പറഞ്ഞൊരു കാര്യമാണ്, സാറിതൊന്ന് വായിച്ചു നോക്കണം, പ്രസിദ്ധീകരിക്കാനല്ല, സാറിതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞ എന്തിനാണ് അനൂപേ ഞാനിത് വായിച്ചു നോക്കുന്നത്? സാറേ, എനിക്ക് കവിത എഴുതാൻ അറിയത്തില്ല. ഞാൻ പറഞ്ഞു ഞങ്ങൾ കൊണ്ടുപോകും, അറിയാത്തൊരു സാധനം ഞാൻ കൊണ്ട് വായിക്കുന്നില്ല. അതല്ല സാറെ, കവിതയൊന്ന് വായിച്ചു നോക്കണം. ഞാൻ വല്ലപ്പോഴുമൊക്കെ ഏകാന്തതയിൽ ഇരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിനകത്തേക്ക് പൊട്ടി വീഴുന്ന ചില ശബ്ദങ്ങൾ അല്ലെങ്കിൽ വാക്കുകളെ ഞാൻ ഇതേപോലെയൊക്കെ എഴുതിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ അനുഭവ ഇതിനാണ് കവിതയൊക്കെ പറയുന്നത്. ഇയാളുടെ മനസ്സിൽ ഏകാന്തതയിൽ ഇരിക്കുന്ന സമയത്ത് ഇയാളുടെ മനസ്സിനകത്തേക്ക് പൊട്ടി വീഴുന്ന ഈ ശബ്ദങ്ങൾ ഇയാൾ ഓർത്തിരിക്കുന്നത് തന്നെയാണ് കവിത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് കവിതയാണ്. ഞാനത് വായിച്ചു നോക്കാം. ഞാൻ നക്ഷത്രജാലകം എന്ന അതിന്റെ ആദ്യത്തെ കവിത, ഈ പുസ്തകത്തിലെ തന്നെ ആദ്യത്തെ കവിത വായിച്ചു നോക്കി അവിടെ ഇരുന്നു തന്നെ. അപ്പൊ ഞാൻ കസേരയിലിരിക്കുന്നു. എന്റെ വീട്ടിന്റെ ആ സിറ്റൗട്ടിൽ ഒരു പടിയുണ്ട്, ആ പടിയിൽ അനൂപ് ഇരിക്കുന്നു. ഞാൻ പറഞ്ഞു, അനൂപേ നന്നായി. അനൂപിന് ആദ്യം വിശ്വാസം വന്നില്ല, എന്റെ കൂടെ തന്നെ ഇരിക്കില്ലേ, ആത്മവിശ്വാസമൊന്നും വന്നില്ല. ഞാൻ പറഞ്ഞു നന്നായിരിക്കുന്നു, ഞാൻ ഈ കവിത മുഴുവൻ വായിക്കട്ടെ. ഒരാഴ്ച എടുത്തു. ഞാൻ ആ കവിത മുഴുവൻ വായിച്ചു. എന്നിട്ട് ഞാൻ അനൂപിനെ വിളിച്ചു. അനൂപ് വന്നു. ഞാൻ അനൂപിനോട് പറഞ്ഞു, ഇത് കവിതയാണ്. അനൂപിന്റെ മനസ്സിനകത്ത് ഏകാന്തതയിൽ വിരിഞ്ഞു വരുന്ന ഈ പ്രകൃതിയോടുള്ള, നമ്മുടെ സമൂഹത്തോടുള്ള കുറേയേറെ വിഷയങ്ങളെ അനൂപ് കവിതയിലാക്കിയിരിക്കുകയാണ്.
ഇത് അനൂപിന് പറയാനുള്ളതാണ്. ആധ്യാത്മിക പ്രഭാഷണത്തിൽ ചിലപ്പോൾ അനൂപിന് ചില കാര്യങ്ങളൊക്കെ പറയാൻ കഴിഞ്ഞു എന്ന് വരാം. പക്ഷെ ഇതല്ല. അനൂപ് ഈ പ്രകൃതിയോടുള്ള അനൂപിന്റെ സാമീപ്യം, നമ്മുടെ സമൂഹത്തോടുള്ള അനൂപിന്റെ പ്രതിപത്തി, ഈ സമൂഹത്തിൽ കാണപ്പെടുന്ന ന്യൂനതകളോടുള്ള അനൂപിന്റെ ഒരു മാനസിക അവസ്ഥ, ഇതെല്ലാം അതിമനോഹരമായി ഈ കവിതകളിലെ പല ഭാഗത്തായി അനൂപ് കൊണ്ടുവന്നിട്ടുണ്ട്. വേണ്ടത് അതൊക്കെ വാക്കുകളിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് പകരാനുള്ള ദൈവിക ദത്തമായ അനുഭൂതിദായകമായ ഒരു തലത്ത് സൃഷ്ടിക്കുവാനുള്ള വാങ്മയ ചിത്രത്തെ രൂപീകരിക്കുവാനുള്ള അനിതര സാധാരണമായ കഴിവ് ബഹുമാനപ്പെട്ട ആരാധനായ കൃഷി വകുപ്പ് മന്ത്രി, മുൻ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ മുല്ലക്കര രത്നാകരൻ അവർക്കുണ്ട്. പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു പുസ്തക പ്രകാശനം നടത്തുവാൻ എന്തുകൊണ്ടും അനുയോജ്യനായ ആൾ അദ്ദേഹമാണ്. മറ്റൊന്നും കൊണ്ടല്ല, ലോകത്തിൽ ഒരു രാജ്യത്തിന് മാത്രമേ ആ രാജ്യത്തിലെ ഇതിഹാസ കാവ്യത്തിന്റെ പേരുള്ളൂ, അത് ഭാരതത്തിനാണ്. നമ്മുടെ ഉത്കൃഷ്ടമായ കാവ്യവും മഹാഭാരതമാണ്. ശ്രീനാരായണ ഗുരുദേവൻ പ്രതിപാദിച്ചത് അതിനെക്കൊണ്ട് ഭാരത യുദ്ധം അതിരിയിന്മേൽ
മുഴു ചെവിയൻ മുറികൊമ്പ് കൊണ്ട് മുന്നം എഴുതി നിറച്ച് എളിയോർ ഇണങ്ങി നിൽക്കും മുഴുമുതലാകിയ മൂർത്തിയെ കാത്തുകൊടുക്കാനാണ്. മഹാഭാരത യുദ്ധം എന്ന് പറയുന്നത് പാണ്ഡവരും കൗരവരും തമ്മിലുള്ള 18 ദിവസം നീണ്ടുനിന്ന യുദ്ധം മാത്രമല്ല, അവരുടെ ആത്മസംഘർഷങ്ങളുടെ, അവരുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ സംഘർഷങ്ങളുടെ പരിണിത ഫലമാണ്, ആവിഷ്കാരമാണ് യുദ്ധം. ഒരു വലിയ മഹാഭാരത യുദ്ധം മുതിർന്നവരുടെ മനസ്സുകളേക്കാൾ ഇന്ന് ചെറുപ്പക്കാരുടെ ഉള്ളിൽ ലഹരി പകർന്നു കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിനെ പോലുള്ള ആൾക്കാർ അദ്ദേഹത്തിന്റെ വചനങ്ങളൊക്കെ ഈ കാലഘട്ടത്തിന് അനുസൃതമാണ്. മഹാഭാരതത്തെ ആധാരമാക്കിക്കൊണ്ട് വളരെ ജനകീയമായി ഓരോ കഥാപാത്രത്തെയും അവതരിപ്പിച്ചുകൊണ്ട് മഹാഭാരതത്തിലൂടെ എന്നൊരു പുസ്തകവും നമുക്കറിയാം. ലോകത്തിൽ എവിടെ നമ്മൾ ചെന്നാലും ആദി കാവ്യവും ആദി കവിയും ആരെന്ന് ചോദിച്ചാൽ ആദി കാവ്യം രാമായണവും ആദി കവി വാൽമീകിയുമാണ്. ആ രാമായണത്തിന്റെ പ്രസക്തി അന്നും ഇന്നും എന്ന വിഷയത്തെ സംബന്ധിച്ച് ജനങ്ങളുടെ ഹൃദയത്തിൽ വളരെ ഹൃദയാത്മകമായി ആവിഷ്കരിക്കുവാൻ വാക്കുകളിലൂടെ മാത്രമല്ല അനുബന്ധിതമായ തൂലികത്തുമ്പിലൂടെ സാധിച്ച ഒരാള് ഈ കാവ്യസന്ധിയുടെയും ഒപ്പം സനാതന സംസ്കാരത്തിൽ അധിഷ്ഠിതമായി ജീവിതം പുലർത്തി നമ്മുടെയൊക്കെ ഹൃദയത്തിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തെ ഊട്ടി ഉറപ്പിച്ച നമ്മുടെ സഹോദരനായ ശ്രീ അനൂപ് തപസ്യ അവർ അദ്ദേഹത്തിന്റെ പുസ്തക പ്രകാശനം നിർവഹിക്കുവാൻ എന്തുകൊണ്ടും അതിനനുയോജ്യമായ ആളും ഏറ്റവും അനുയോജ്യമായ മണ്ണും ഏറ്റവും അനുയോജ്യമായ സദസ്സും കലകളുടെ ദേവനായ മഹാദേവൻ ജാതിക്കും മതത്തിനും വർണ്ണത്തിനും വർഗത്തിനും ഒക്കെ അതീതമായി പ്രകൃതിയും മനുഷ്യനും ഈശ്വരനും ഒരുമിച്ച് ചേരുമ്പോഴാണ് ശ്രേയസ് ഉണ്ടാകുന്നത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഇവിടെ വേദീകരിക്കുന്നവരെല്ലാം അങ്ങനെ ജ്ഞാനബിന്ദുക്കൾ സ്വായത്തമാക്കിയ ഭാഗ്യകാരന്മാരാണ്. അതോടൊപ്പം എന്റെ സുഹൃത്ത് ശ്രീ അനൂപ തപസ്യ ആ ബിന്ദുക്കൾ ഈ അടുത്ത കാലത്ത് തുടച്ചിലേക്ക് ഉള്ളിലേക്കെടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് അക്ഷരങ്ങൾ ഉപയോഗപ്പെടുത്തി വാക്കുകൾ ഉപയോഗപ്പെടുത്തി ഒരു ഗ്രന്ഥരൂപേണ തന്ന വ്യക്തിത്വമാണ് അദ്ദേഹം. നക്ഷത്രജാലകം എന്നാണ് ഗ്രന്ഥത്തിന് പേരിട്ടിരിക്കുന്നത്. എനിക്ക് അദ്ദേഹവുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് പറയാതെ വയ്യ. ഞാനും ശ്രീ അനൂപ തപസ്യയും ശ്രീ പണിക്കൽ മണികണ്ഠൻ സാറുകളും ഒക്കെ ഈ പ്രഭാഷകരുടെ ഒരു സംഘടനയിലെ അംഗങ്ങളാണ്. ചില സ്ഥാനങ്ങൾ വഹിക്കുന്നവരാണ്. അനൂപ തപസ്യ ആളുകൾ ഇടയ്ക്കിടയ്ക്ക് ചില കവിതകളൊക്കെ എഴുതിയിട്ട് വാട്സാപ്പ് വഴി അയച്ചു തരും. എന്നിട്ട് അദ്ദേഹം അതിന്റെ കൂടെ ഒരു ചോദ്യം കൂടെ ചോദിക്കും, എങ്ങനെയുണ്ട് എന്ന്. ചില കവിതകൾ വായിക്കുമ്പോ അഭിപ്രായം പറയാൻ ഞാൻ നടക്കാനാണോ എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഈ നക്ഷത്ര ജാലകത്തെ എല്ലാം പറയണമെന്നുള്ള പക്ഷേ സമയമില്ല. പക്ഷേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, ഇദ്ദേഹത്തിന് ചുറ്റുമുള്ള നക്ഷത്രങ്ങളെ തന്നിലേക്ക് അടുപ്പിച്ച് പിടിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള കുറച്ച് നക്ഷത്രങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ നക്ഷത്രങ്ങളെ അടുപ്പിച്ച് പിടിപ്പിച്ച് അവരെ ചേർത്ത് കൊണ്ടുവരുമ്പോ അവരിൽ നിന്നൊരു ജാലകം സൃഷ്ടിക്കപ്പെടും. അതുപോലെ ആകാശത്തുള്ള നക്ഷത്രങ്ങളെ അദ്ദേഹം നോക്കി അവയെ ഒരു ജാലമാക്കി തന്റെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അവരുടെ ഒരു ജാലകം ഉണ്ടാക്കി. ആ ജാലകത്തിലൂടെ പക്ഷേ പിറന്നത്, പുറത്തേക്ക് വന്നത് അദ്ദേഹത്തിന്റെ മനസ്സിൽ അടിഞ്ഞുകൂടിയിരുന്ന വേദനകളാണ്. ഞാൻ അതിശയത്തോടുകൂടി അതിന്റെ അടുത്ത വഴി നോക്കിയപ്പോ ആ വേദനകൾ ഒരു പൂമരമായി മാറിയപ്പോൾ ഒരു യഥാർത്ഥ കവിക്ക് മാത്രമേ
വേദനകളെ കൂമനമാക്കി മാറ്റി സ്വന്തം മനസ്സിൽ നിന്ന് വാക്കുകളിലൂടെ അതിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ മുന്നിൽ നട്ടുപിടിപ്പിച്ച് അതിനെ ഫലങ്ങളാക്കി മാറ്റാൻ കഴിയുകയുള്ളൂ. ഈ പുസ്തകം നിങ്ങൾ വായിച്ചാൽ നിങ്ങളുടെ മുന്നിൽ ആ ജാലകം തുറക്കപ്പെടും എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ടീച്ചറിന് പിടികിട്ടുകയും ചെയ്തു. അതുപോലെ പല സുഹൃത്തുക്കളുമുണ്ട്. ഞാൻ വന്നപ്പോൾ ഇവിടെ എന്നെ വന്ന് പരിചയപ്പെട്ട പല സുഹൃത്തുക്കളുമുണ്ട്. എന്തായാലും അതിനൊക്കെ കാരണമായ സന്തോഷ് കോട്ടക്കലിനും പ്രിയ സുഹൃത്ത് അനൂപ് തമസിക്കും എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും നേരുകയാണ്. ഈ പുസ്തകത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞു. ഇതിന് ഏറ്റവും മഹത്തായ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രശസ്ത സാഹിത്യകാരനായ തുളസി കോട്ടക്കലിന്റെ അവതാരികയാണ്. അനൂപ് തപസ്സിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഈ പുസ്തകത്തിന്റെ അവതാരിക തന്നെയാണ്. അതുകൊണ്ടാണ് പുസ്തക അഭിപ്രായം, പുസ്തക പരിചയത്തിലേക്ക് കൂടുതലായി തുളസി സാർ കണക്കാക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും പ്രിയ സുഹൃത്ത് അനൂപ് തപസ്സിയുടെ കവിതകൾ നക്ഷത്രജാലകം അത് ഉജ്ജ്വലമായിട്ട് വിരാജിക്കട്ടെ, അത് പ്രക്ഷോഭപ്പെടുത്തട്ടെ, അതിനുള്ള എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ നാട്ടുകാർ അദ്ദേഹത്തിന് പ്രോത്സാഹനമായി നൽകുന്നു എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. സ്വന്തം നാട്ടിൽ ഒരുവർക്കും മേന്മ കൂറില്ല മാനവൻ, മുറ്റത്ത് വിടരും മുല്ലമൊട്ടിൽ കാണില്ല പൂമണം എന്ന് മാഹമ്മദം എന്ന് പറയുന്ന മഹാകാവ്യത്തിൽ പുൽകുന്നം സെയ്ദ് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മുറ്റത്ത് മുല്ലയ്ക്ക് മണമുണ്ടെന്നും ആ മണം മറ്റുള്ളവരിലേക്ക് സമീപ പ്രദേശങ്ങളിൽ പടരുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. എന്റെ പ്രിയ സുഹൃത്ത് അനൂപ് തപസ്സിയുടെ സർഗ സഭയിലേക്ക് എല്ലാ വിധത്തിലുള്ള ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. ഒരു കവിത ചൊല്ലിക്കൊണ്ട് ഞാൻ വിടവാങ്ങിയിട്ടുള്ളതാണ്. കവിതയുടെ പേര് ഇതൊരു ക്ഷേത്രമാണ്. അതുകൊണ്ട് സമകാലിക പ്രസക്തിയുള്ള കവിതയല്ല ചൊല്ലുന്നത്, പുരാണ സംബന്ധമായിട്ടുള്ള ഒരു കവിതയാണ്. കലാകുമതി പ്രസിദ്ധീകരിച്ച കവിതയാണ്. വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു കവിത. ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരത ശത്രുഘ്നന്മാരുടെ പത്നിമാരല്ലോ എന്ന് 3 വരിയിൽ മാത്രമാണ് എഴുത്തച്ഛൻ ഓർമ്മകളെ കുറിച്ച് പറഞ്ഞത്. 14 വർഷം കാട്ടിലേക്ക് പോയ ശ്രീരാമചന്ദ്രനും സീതയോടും ഒപ്പം ഒരു നിഴൽ പോലെ നടന്ന ലക്ഷ്മണന്റെ ഭാര്യയായ ഊർമിള അന്തപുരത്തിൽ അനുഭവിച്ച ദുഃഖങ്ങളും ഒക്കെ പരിദേവനങ്ങളും ഒക്കെ ഈ കവിതയിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ട്. കവിതയുടെ പേര് ഊർമിള. കവിത ഊർമിള. ഊർമിളേ നീ എന്റെ ജീവന്റെ ജീവനാണ്, കോമലേ നീ എന്റെ പ്രേമസ്വരൂപിണി, കാന്താര താരകക്കൂട്ടത്തിൽ നീയൊരു കാർത്തിക താരമായി മറഞ്ഞു നിന്നവൾ, ഓർമ്മകളിൽ പൂത്ത സൗഗന്ധികം പോലെ ഓർക്കാൻ കഴിഞ്ഞില്ല, കാലം കടന്നുപോയി. ഊർമിളേ നീ എന്റെ ജീവന്റെ ജീവനാണോ മലേ, നീ എന്റെ പ്രേമസ്വരൂപിണി. കാനനവാസത്തിൻ കർമ്മകാണ്ഡങ്ങളിൽ വ്യാകുലനായി കാലം എത്ര നടന്നു ഞാൻ, ഒരു മാത്രം നിന്നെ കുറിച്ചോർത്തതില്ല, സോദര സേവയാണ് ജന്മസാഫല്യം. ഉർമിളേ നീ എന്റെ ജീവന്റെ ജീവനാണ്, ഓമലേ നീ എന്റെ പ്രേമസ്വരൂപിണി. ആരണ്യകാണ്ഡത്തിൻ ദുർഘടപാതക ആവോളം താണ്ടി അനഞ്ഞു നടക്കവേ, എത്രയോ പുണ്യാശ്രമങ്ങൾ ആശ്രയമായി രാമനും സീതയ്ക്കും ഒപ്പം നടന്നു ഞാൻ. രാവണ ഭഗിനി ശൂർപ്പണഖ വന്ന് എൻ ഹൃദയം കവരാൻ മാർഗങ്ങൾ കാട്ടവേ, അപ്പോഴും ഓർത്തില്ല ഊർമിളേ
വിധിയെ തടയുവാൻ ആകുമോ ആർക്കാൻ? രാവണ ഭഗിനി ശൂർപ്പണഖമെന്ന് എൻ ഹൃദയം കവരാൻ മാർഗങ്ങൾ കാട്ടവേ അപ്പോഴും ഓർത്തില്ല ഊർമിളെ നിന്നെ ഞാൻ വിധിയെ തടയുവാൻ ആകുമോ ആർക്കാനും? ഊർമിളെ നീ എന്റെ ജീവന്റെ ജീവനാണ്, ഓമലേ നീ എന്റെ പ്രേമസ്വരൂപിണി. ദുഃഖങ്ങളെല്ലാം സ്വയം സുഖമാക്കി അന്തഃപുരത്തിനിരുട്ടിൽ കഴിഞ്ഞതും പ്രാർത്ഥനാദീപത്തിൽ എണ്ണ നിവേദിച്ച് ഈശ്വര ധ്യാനത്തിലാണ്ടു കഴിഞ്ഞതും ഒരു പഴങ്കഥയല്ല പിന്നെയോ ജീവിത പാഠങ്ങൾ നൽകിയ ആത്മസമർപ്പണം. കാനനവാസത്തിൻ 7 വർഷങ്ങൾ കാണാതിരുന്നു കരഞ്ഞു നീയായി. ജ്യേഷ്ഠന്റെ വാക്കുകൾ വേദവാക്യം പോലെ കേട്ടു ഞാൻ നിഴൽ പോലെ കൂടെ നടന്നിരേ. കാനനവാസത്തിൽ 7 വർഷങ്ങൾ കാണാതിരുന്നു കരഞ്ഞു നീയായി. ജ്യേഷ്ഠന്റെ വാക്കുകൾ വേദവാക്യം പോലെ കേട്ടു ഞാൻ നിഴൽ പോലെ കൂടെ നടന്നിരേ. ജ്യേഷ്ഠത്തി ചൊല്ലിയ കുത്തുവാക്കിൻ മുന കൊണ്ട് എന്റെ ഉള്ളം മുറിഞ്ഞു കേറപ്പോഴും സ്വപ്നങ്ങൾ ചൂടിയ ജീവിതമോഹങ്ങൾ എല്ലാം ത്യജിച്ച നിൻ മാനസം കണ്ടീല. ജ്യേഷ്ഠത്തി ചൊല്ലിയ കുത്തുവാക്കിൻ മുന കൊണ്ട് എന്റെ ഉള്ളം മുറിഞ്ഞു കേറപ്പോഴും സ്വപ്നങ്ങൾ ചൂടിയ ജീവിതമോഹങ്ങൾ എല്ലാം തിരിച്ചതിൽ മാനസം കണ്ടീല. ഊർമിളേ നീ എന്റെ ജീവന്റെ ജീവനാണോമലേ നീ എന്റെ പ്രേമസ്വരൂപിണി. പശ്ചാത്തപിപ്പു ഞാൻ ദുഃഖപുത്രി എന്റെ നേരിയോർത്ത് മാപ്പു നൽകിയിടണേ. പശ്ചാത്തപിപ്പു ഞാൻ ദുഃഖപുത്രി എന്റെ നേരിയോർത്ത് മാപ്പു നൽകിയിടണേ. രാമായണത്തിൽ സതീരത്നമേ നിന്റെ സൗമിത്രി തപസ്സിലായി സരയുതീരേ. രാമായണത്തിൽ സതീരത്നമേ നിന്റെ സൗമിത്രി തപസ്സിലായി സരയുതീരേ. നിന്റെ സൗമിത്രി തപസ്സിലായി സരയുതീരേ. നന്ദി, നമസ്കാരം. നേരത്തെ അനൂപ് ഈ പുസ്തകം എനിക്ക് അയച്ചു തന്നപ്പോ ഇതിലെ 60 കവിതകൾ വളരെ ലളിതമായിട്ടുള്ള 60 കവിതകളാണ്. ഈ കവിതകൾ ഒറ്റ വായനയിൽ വായിക്കുമ്പോൾ വളരെ ലളിതമെന്ന് തോന്നുമെങ്കിലും ഓരോ വായനയിലും പുനർവായനകളിൽ ഓരോ അർത്ഥതലങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന കവിതകളാണ്. വളരെ ലളിതമെന്ന് തോന്നുന്ന സ്കൂളിനെ കുറിച്ച്, ലഹരിയെ കുറിച്ച്, അതുപോലെ തന്നെ പുഞ്ചപ്പാടത്തെ കുറിച്ച്, ഗുരുനാഥനെ കുറിച്ച്, പൂക്കളെ കുറിച്ച്, കിളിനാഥത്തെ കുറിച്ച് ഒക്കെയുള്ള കവിതകളാണ് ഞാൻ. അത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആദ്യത്തെ ഒരു അനുഭൂതിയും പിന്നെ ഉണ്ടാകുന്ന അനുഭൂതികളും തീർച്ചയായും വായനയിലൂടെ നമുക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ഒരു കാര്യം, ഈ നക്ഷത്രജാലകമുള്ള പുസ്തകം നിങ്ങൾ ഓരോരുത്തരും വാങ്ങി വായിക്കുകയും അത് ഹൃദിസ്ഥമാക്കുകയും ആ കവിതകൾ നന്നായിട്ട് അളത്തിൽ ചെല്ലാവുന്ന കവിതകളാണ്. ആ കവിതകൾ ഹൃദിസ്ഥമാക്കുകയും നമ്മുടെ കുട്ടികൾക്ക്
ഈ കവിതകളും കഥകളും ഒക്കെ പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ നമ്മുടെ പ്രദേശത്ത് നിന്ന് ഒരു കവി കൂടി അറിയപ്പെടുന്ന ഒരു കവി കൂടി ഉണ്ടാകുവാൻ നിങ്ങളുടെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ നക്ഷത്ര ജാലകത്തിന് എല്ലാവരുമായിട്ടുള്ള ആശംസകളും അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട മുരളീധരൻ സാർ മുഖ്യമന്ത്രിയുടെ മെഡൽ നേടി ഇവിടെ നമ്മുടെ ആദരവേറ്റ് വാങ്ങിയിട്ടുള്ള മുരളീധരൻ സാറിന്റെ തുടർ പ്രവർത്തനങ്ങൾക്കും എല്ലാവരുമായിട്ടുള്ള ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ ഒരു കവിത അവതരിപ്പിക്കുന്നു. കവിതയുടെ പേര് പടയണിയുടെ വരവ്. നറുനിലാവിലുതിർന്ന മൗനമുറഞ്ഞു കൊള്ളുമ്പോൾ പകലറൂതി കൂടുതേടി കിളികൊടുക്കുമ്പോൾ നറുനിലാവിലുതിർന്ന മൗനമുറഞ്ഞു കൊള്ളുമ്പോൾ പകലറൂതി കൂടുതേടി കിളികൊടുക്കുമ്പോൾ കറകളഞ്ഞ കിനാഹു കാണാൻ കാത്തു നിന്നവളെ കരുപോർത്തു തുഴഞ്ഞു നീന്താൻ നീ വരുന്നോടി. ഒരു 3 കൂട്ടരാണ്. ഒന്ന് കവി, ഒന്ന് കള്ളൻ. അപ്പൊ കള്ളന്മാർക്ക് ഉറപ്പമില്ല മോഷണത്തിന് പോകും, കവികൾക്ക് ഉറപ്പമില്ല, അവർക്ക് ഇന്ന് കവിത എഴുതണം. ഇങ്ങനെ കവിയും ഭ്രാന്തൻ തുല്യനാണെന്നൊക്കെ പണ്ട് പറഞ്ഞിരുന്നു. അതൊക്കെ കൂടെ വെച്ചുകൊണ്ട് നർമ്മബോധത്തോടെ എഴുതിയ ഒരു കവിതയാണ് ജഗതമേഘങ്ങൾ കനകതാരകൾ ജഗനിഗന്ധിയാം സൂനങ്ങൾ ഉണരും പെണ്ണുലയും വല്ലികൾ ചൊരിയും നീങ്കാരഹാരങ്ങൾ വിവിധ ചിന്താശതങ്ങളാൽ നിദ്ര വഴിമാറിപ്പോയ വേളയിൽ ഇരുളും പൗർണമിയാക്കും പുഞ്ചിരി അരുളി നീ കാവ്യദേവതേ കവനദേവതേ മൃദുലപാണിയാൽ കലിതമോ വിടരണം നമ്മളി കാലത്തിൻ മുന്നിൽ പണം പരത്താൻ ഒരു പനീർ പുഷ്പമായി വിടരണം നമ്മളി കാലത്തിൻ മുന്നിൽ പണം പരത്താൻ ഒരു നല്ല ജീവിതം തുടരണം നമ്മളെ ഭൂമിയിൽ നന്മയെ കാഴ്ചവെക്കാൻ ഒരു പനീർ പുഷ്പമായി വിടരണം നമ്മളെ കാലത്തിൻ മുന്നിൽ മണം പരത്താൻ ഒരു നല്ല ജീവിതം തുടരണം നമ്മളെ ഭൂമിയിൽ നന്മയെ കാഴ്ചവെക്കാൻ ഒരു ചെറുമരയാൽ ഒഴുകണം നമ്മളെ കാരണ ജീവികൾ കരുവിയാറാൻ ഒരു കുളിരലയായി വീശണം നമ്മളെ ഭൂമിയിൽ നിന്നും കണ്ണൊഴുകാൻ. സാധാരണ ഈ കവിതാ വേദികളിലേക്ക് എന്നെ കവിതയുടെ തെറ്റും ശരിയും എന്നെ പറഞ്ഞു പഠിപ്പിച്ച് കവിതാ വേദികളിലേക്ക് കേരളത്തിലുള്ള പല വേദികളിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയത് മറവൂർ സുരേന്ദ്ര സാറാണ്. സാറിനോടുള്ള നന്ദി ഈ അവസരത്തിലെ പറയാൻ പറ്റുള്ളൂ. അടുത്തത് ശ്രീ വേദശ്രീ ഡോക്ടർ പള്ളിക്കൽ മണികണ്ഠനുണ്ട്. അദ്ദേഹമാണ് എന്നെ കേരളത്തിലുള്ള വേദികളിലേക്ക് കേരളത്തിന്റെ എല്ലാ ജില്ലകളിലുള്ള വേദികളിലേക്ക് എന്റെ വേദികൾ മാറി മാറി ഒരു ദിവസം തന്നെ 1-2 പേരുടെ ഞാൻ ഡയറക്ട് ചെയ്ത ഒരു ഡോക്യുമെന്ററി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ ഒരു 3-4 വർഷം നിന്ന് കാഴ്ച ഉത്സവം കാണിച്ചു. അപ്പൊ അതിന് എന്നെ വേദികളിൽ കൊണ്ടുപോയി എന്നെ പ്രോത്സാഹിപ്പിച്ച ശ്രീ മണികണ്ഠനോടുള്ള നന്ദി ഈ അവസരത്തിൽ കാണിക്കുകയാണ്. പിന്നെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചിലയിടങ്ങളിൽ നടക്കുന്ന ഒരു ചെറിയ സംഭവം, ഇത് ശീലോ വൃത്തമോ ഒന്നുമില്ലാത്തൊരു കുറച്ച് വരികളാണ്. ആളുകൾ കൂടിയോരാത്മരച്ചോട്ടിലോ അഞ്ജന കണ്ണന്റെ കണ്ണിലോ ഇവിടെ വച്ചാണോ ആദ്യമായി കണ്ടതും ഓർമ്മയുണ്ടോ നിനക്കോർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ നിനക്കോർമ്മയുണ്ടോ കണ്ടതിൽ പിന്നെ ഞാൻ
വഴികാട്ടിയായതും പിന്നെ നാം എപ്പോഴോ ചേർന്നു നടന്നതും പിന്നെ പ്രണയം കുറിച്ച് ഞാൻ തന്നതും ഓർമ്മയുണ്ടോ നിനക്കോർമ്മയുണ്ടോ പാടില്ലയെന്ന് ഉറക്കെ പറഞ്ഞു നീ പാഠം പറഞ്ഞു പഠിപ്പിച്ചു തന്നതും അന്നെന്റെ യൗവന കനവിൽ ഞാനെപ്പോഴും നിന്നെ കുറിച്ചോ തുടങ്ങിയ രാത്രികൾ പിന്നെ നീ കുട്ടിയ സ്നേഹാമൃതുല നിന്റെ സ്നേഹത്തിനടിമയായി ഓർമ്മയുണ്ടോ നിനക്കോർമ്മയുണ്ടോ മധുരമം നാളുകൾ തന്നു നീ അന്നെന്റെ മടിയിൽ മഴങ്ങിയ ഓർമ്മയുണ്ടോ